ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ ഇപ്പം ഹൗസ് വാമിങ്ങിന് ശേഷമുള്ള വർക്കുകളെല്ലാം, അതായത് കോമ്പൗണ്ട് വാള്, വീട്ടിലെ ലാൻഡ്സ്കേപ്പിംഗ്, ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്തത്. അപ്പം സിമെൻറ്റ് വർക്ക് മിക്കവാറും വരും. അപ്പം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സിമെൻറ്റ് മിക്സർ ഉണ്ടെങ്കിൽ നമുക്ക് പകുതി വർക്കുകൾ എളുപ്പമുണ്ട്, കോൺക്രീറ്റ് കൂട്ടാനും സിമെൻറ്റ് പരിക്കൻ കൂട്ടിയെടുക്കാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ചെറിയ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സിമെൻറ്റ് മിക്സറാണിത്. 50 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്യാൻ, അതായത് ഈ ഫെവിക്കോളൊക്കെ ബൾക്കായിട്ട് വരുന്ന ഒരു ക്യാന്. ഇത് നമുക്ക് ഇവിടെ കട്ടപ്പന ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് 200 രൂപയ്ക്ക്. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് ക്യാൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മിക്സർ മെഷീനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നമുക്ക് എവിടെ വേണേലും തള്ളിക്കൊണ്ട് പോകാം. ഇതിന് ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട്. അതായത് ഇത് നമുക്കിങ്ങനെ പുറകോട്ട് വലിച്ചിട്ട് ഇവിടെ ഒരു മാർക്കുണ്ട്. ഇവിടെ ഒരു മാർക്കുണ്ട്, ആ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ജാക്കിയാണ്. ഈ വുഡൻ പീസ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഈ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കോൺക്രീറ്റ് ഇടാം. ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. നമ്മളൊരു സാമ്പിൾ കോൺക്രീറ്റ് കൂട്ടിയിരുന്നു, അപ്പോൾ അതിൻ്റെ നന്നായിട്ട് വാഷ് ചെയ്യാത്തതുകൊണ്ടാണ് അതങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. ഈ 2 കൈ ഇങ്ങനെ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കറങ്ങുന്നില്ല, ഈ ഒരു ജാറാണ് ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്. നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു സ്വിച്ച് ബോർഡ് കാണാം. ഈ സ്വിച്ച് ബോർഡിൻ്റെ അത് 24 വോൾട്ട് DC മോട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു കൺവേർട്ടർ ഉണ്ട്, AC-നെ DC ആക്കി മാറ്റുന്ന ഒരു ചാർജർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് കുത്തി കൊടുത്തിട്ട് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോട്ടർ നന്നായിട്ട് കറങ്ങും. നല്ല പവറാണ്, ഏകദേശം 150 കിലോ ലോഡ് ഇതിന് വലിക്കാൻ പറ്റും. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു നെയില് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഈ വീല്, അതായത് ഇത് ചുറ്റുമ്പോഴത്തേക്ക് ഈ വീല് ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോൾട്ട്. അതിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിക്ക് പകരം ഒരു ട്രേ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്, ഷീറ്റ് വെച്ചിട്ട്, GI ഷീറ്റ് വെച്ചിട്ട്. ഇതിന് 4 വീലുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യാം, അതാണ് ഉദ്ദേശം. അപ്പോൾ ഇത് മണലായതുകൊണ്ട് അത് അങ്ങനെ ഒരു സ്മൂത്തായിട്ട് വർക്കാകത്തില്ല. ഇതിങ്ങനെ അടിയിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വെക്കാം. കയറ്റി വെച്ചിട്ട് കോൺക്രീറ്റ് കൂട്ടിയതിന് ശേഷം ജസ്റ്റ് നമ്മളിതിങ്ങനെ ഇത് പുറകോട്ട് വിട്ടാൽ മതി. അവിടെ ഒരു സ്റ്റോപ്പറുണ്ട്, ആ സ്റ്റോപ്പറിൽ ഇടിച്ച് നിന്നോളും. എന്നിട്ട് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ കോൺക്രീറ്റ് ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് എടുക്കാം. അതിന് ശേഷം ഇങ്ങനെ വയ്ക്കാം. ഈ ട്രേ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ കയറ്റി വെക്കാം. ഇനി ഈ ട്രേക്ക് പകരം ഒരു ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ചട്ടി ഇവിടെ വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ കൊട്ടിയിടാം. ഇത് നമ്മുടെ വീട്ടിലെ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് വെച്ചിട്ടൊരു കോൺക്രീറ്റ് കൂട്ടി നോക്കുന്നതിൻ്റെ വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാം. അതിനുശേഷം ഈ ട്രേ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചാൽ മതി. ഇതിങ്ങനെ തള്ളി അകത്തേക്ക് കയറ്റി വെക്കാം. അതിനുശേഷം ഇത് ഈ ലോക്ക് ഇടുക, ഇവിടെ ഇടുക. ആവശ്യം കഴിഞ്ഞിട്ട് അത് ശരിയാണ്.
വീട്ടിൽ കേടായ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമേ ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തത്. പക്ഷേ അത് ലോഡ് തീരെ പിടിക്കുന്നില്ല. കറങ്ങുന്നൊക്കെ ഉണ്ട്, പക്ഷേ ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് അത് നിന്ന് പോകും, പിന്നെ അത് വർക്കാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ അങ്ങ് മാറ്റിയിട്ട് ഒരു ചെയിൻ സ്പ്രോക്കറ്റ് വെച്ച് സെറ്റ് ചെയ്ത് ഒരു 24 വോൾട്ടിൻ്റെ ഗിയർ മോട്ടർ സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 2 ബോൾ ബെയറിംഗ് ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് ഒരു ബെയറിംഗ് കേസൊക്കെ ഉണ്ടാക്കി ഒരു ആക്സിൽ അതിൻ്റെ അകത്ത് ലെയ്ത്ത് ചെയ്ത് കയറ്റിയിട്ട് സൈക്കിളിൻ്റെ ചെയിൻ ഇടുന്ന ആ ഭാഗമൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ റെഡിയാക്കുകയാണ്. 24 വോൾട്ടിൻ്റെ DC മോട്ടറാണ് നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. Super.